കരുതി ലോകപ്രസിദ്ധനായ ബ്രസീലിയൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരടി എന്ന കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്തെ പ്രശസ്തനായ ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന് രഹസ്യം എന്താണെന്നറിഞ്ഞു വരാൻ. അങ്ങേയും 40 നാൾ മരുഭൂമിയിൽ കൂടി അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരം. അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അതിദിവ്യനായൊരു സന്യാസിവേഷനായിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര തിരക്ക്, പലതരം ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്തും വന്നെത്തി. എത്തിയപ്പോൾ തന്നെ ചോദിച്ചു, "നീ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്നറിയാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് അല്ലേ?" അവൻ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്ക് അല്പം തിരക്കുണ്ട്. നീ എന്റെ കൊട്ടാരം മുഴുവനായി നന്നായി ചുറ്റിക്കറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്താൻ. അങ്ങനെ അവൻ കൊട്ടാരം പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. "ദാ ഈ സ്പൂണിൽ 2 തുള്ളി എണ്ണ പിടിച്ചോളൂ. ഇത് നീ നടക്കുമ്പോൾ താരം തുള്ളിപ്പോകാതെ സൂക്ഷിക്കണം." അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ മറ്റ് കൂണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ റൂമിൽ തിരിച്ചെത്തി. "ആട്ടെ, നീ എല്ലാം കണ്ടല്ലേ? നീ പ്രേക്ഷില കണ്ടോ?" "അത് പ്രേക്ഷിയെന്നും പ്രത്യേകമായി നീച്ചു കൊണ്ടുവന്നതാണ്. നീച്ച ഉദ്യാനം കണ്ടു. അതീ മട്ടിലാക്കി തീർക്കാൻ ഒരു 10 വർഷമെങ്കിലും വേണ്ടി വന്നു. ആ നീ കേട്ടപ്പോഴേ കണ്ടു. അതിനുള്ളിലെ ഒരു തീർത്ഥാടകരും എത്ര മനോഹരവും വിദൂരവുമാണ്." ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്ന് പോയി. താൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. തന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിൽ എണ്ണയിലായിരുന്നല്ലോ. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. "ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ലല്ലേ? നീ ഒന്നുകൂടിയും എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ." അപ്പോൾ അവന്റെ കയ്യിൽ ആ സ്പൂണിൽ 2 തുള്ളി എണ്ണ ഉണ്ടായിട്ടും ഇപ്പോൾ അവൻ എല്ലാം വിസ്തരിച്ച് കണ്ടു. ഗുരു പറഞ്ഞ പ്രേക്ഷില ഉദ്യാനം, യന്തപുര, അങ്ങനെ അവൻ കാടിന്റെ കാര്യങ്ങളെല്ലാം